മഞ്ചേശ്വരം കടൽ തീരത്ത് സുരക്ഷയ്ക്കായി സേനയെ നിയോഗിക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. സന്ദർശകരുടെയും അപകടങ്ങളുടെയും എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങൾ ഈയൊരാവശ്യം ഉന്നയിക്കുന്നത്. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. വേനൽ അവധിക്കാലമായതിനാൽ ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് മഞ്ചേശ്വരം കടൽ തീരത്തെത്തുന്നത്. കൂടാതെ കുടുംബസമേതം വിശ്രമത്തിനായി എത്തുന്നവരും ധാരാളമാണ്. അതേസമയം ആളുകളുടെ എണ്ണം കൂടി വരുമ്പോഴും ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും നിലവിലില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവധി ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളും ഭരണകൂടവും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നമ്മുടെ മഞ്ചേശ്വരം ബീച്ച് ദിനേന വെക്കേഷൻ കാലമായതുകൊണ്ട് മാത്രമല്ല, അല്ലാത്ത സമയത്തും ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. ഏതെങ്കിലും തരത്തിൽ ആ ബീച്ചിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട കോസ്റ്റൽ പോലീസിന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ രക്ഷാ കവചങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വല്ലാതെ വ്യാകുലപ്പെടുത്തുകയാണ്. ഒരു വല്ലാത്തൊരു ആകുലത നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിരവധി വിനോദസഞ്ചാരികൾ ആശ്രയിക്കുന്ന മഞ്ചേശ്വരം ബീച്ച് വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാ കവചങ്ങളോ അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായി തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പൊതുജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കുന്ന കാര്യത്തിൽ അനാസ്ഥ കാണിക്കാതെ ജനപ്രതിനിധികൾ കണ്ണു തുറന്ന് ഇടപെടണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ഉത്തരവാദപ്പെട്ട അധികാരികൾ അല്പമൊന്ന് മനസ്സുവെച്ചാൽ തന്നെ മഞ്ചേശ്വരം ബീച്ചിനെ സുരക്ഷിതവും കുടുംബസൗഹൃദവുമായ വിനോദ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഇവിടെ എത്തുന്നവരെല്ലാം ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.